നമസ്കാരം. എം.ടി. വാസുദേവൻ നായർ വിടവാങ്ങുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് സുഹൃതം എന്ന സിനിമയാണ്. മമ്മൂട്ടി നായകനായി അഭിനയിച്ച ഹരികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം. ഈ ചിത്രത്തിൽ ഒരുപാട് ആത്മകഥാംശങ്ങൾ എം.ടിയുടേതായി ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം, അതായത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന പത്രാധിപരുടെ കഥാപാത്രം, ഒരു ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം സ്വന്തം ഓഫീസിലേക്ക് എത്തുമ്പോൾ കാണുന്നത് തൻ്റെ ചരമ പേജ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരുപക്ഷെ എം.ടിക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹവും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുപോലെ അതീവ ഗുരുതരമായൊരവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മദിരാശിയിൽ, അതായത് ഇന്നത്തെ ചെന്നൈയിലെ ആശുപത്രിയിലാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. എം.ടി പലപ്പോഴും ആ സംഭവത്തെക്കുറിച്ച് പറയാറുണ്ട്. അന്ന് അദ്ദേഹം ഓർക്കാറുണ്ടായിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം പ്രേം നസീർ എന്ന വലിയ നടനെക്കുറിച്ചാണ്. എം.ടി തിരക്കഥ എഴുതിയ അധിക സിനിമകളിലൊന്നും പ്രേം നസീർ അഭിനയിച്ചിരുന്നില്ല എങ്കിൽ പോലും ആശുപത്രിയിൽ അദ്ദേഹം വളരെ കൃത്യമായി എന്നും എത്തി എം.ടിയുടെ രോഗവിവരങ്ങൾ അന്വേഷിക്കാനും അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കാനുമൊക്കെ വളരെ താല്പര്യമെടുത്ത് നിന്നിരുന്ന കാര്യമൊക്കെ എം.ടി എപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു. സുഹൃതം എന്ന സിനിമ ഒരുപക്ഷെ എം.ടി അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തനത്തിലെ അനുഭവങ്ങൾ കൂടി ചാലിച്ചായിരിക്കാം തയ്യാറാക്കിയിട്ടുള്ളത്. എം.ടി വാർത്തകളുടെ ലോകത്തായിരുന്നില്ല, അദ്ദേഹം സാഹിത്യത്തിൻ്റെ ലോകത്തായിരുന്നു മാധ്യമപ്രവർത്തനം നടത്തിയിരുന്നത്. വാർത്തയും സാഹിത്യവും രണ്ടല്ല, ഒന്നാണ്. അതല്ലെങ്കിൽ സാഹിത്യത്തിൽ അദ്ദേഹം വാർത്ത കണ്ടു, വാർത്തയിൽ സാഹിത്യം കണ്ടു എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. എം.ടിയുടെ തിരക്കഥകളൊക്കെ തന്നെ ഇന്നും നമ്മൾ വായിക്കുമ്പോൾ, അതല്ലെങ്കിൽ ആ സിനിമകൾ കാണുമ്പോൾ അത് കാലാതിവർത്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. കാരണം എം.ടി ലോകത്തെ നോക്കിക്കണ്ടത് ഒരു വിശാല വീക്ഷണത്തോടു കൂടി തന്നെയായിരുന്നു. അതുതന്നെയാണ് എം.ടി തിരക്കഥ എഴുതിയ സിനിമകളുടെ വിജയവും. എന്നും വടക്കംപാട്ടിലെ വില്ലൻ്റെ രൂപമുണ്ടായിരുന്ന ചന്തുവിനെ നായകനാക്കാൻ അദ്ദേഹം കാണിച്ച ആ ധൈര്യം, അങ്ങനെയും ഒരു രീതി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചന്തുവിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കാം എന്ന് എം.ടിയെ പോലെയുള്ള ഒരു മഹാനായ എഴുത്തുകാരന് മാത്രമേ സങ്കല്പിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെയാണ് രണ്ടാം ഊഴത്തിലെ ഭീമൻ്റെ കഥാപാത്രവും. ഭീമൻ എന്നാൽ നമ്മളെ സംബന്ധിച്ചപ്പോൾ ഒരു വിസ്മയത്തിൻ്റെ ഒരു രൂപമാണ്. അങ്ങനെയല്ല, അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനാണെന്നും അദ്ദേഹം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളും അവഗണനയുമൊക്കെ മുഖ്യ വിഷയമാക്കി എം.ടി രണ്ടാം ഊഴം എഴുതുമ്പോൾ ഒരുപക്ഷെ അത് ചരിത്രമാക്കിയിരുന്നെങ്കിൽ അത് മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെയും വലിയൊരു സംഭവമായി മാറുമായിരുന്നു എന്നുള്ളത് ഉറപ്പ്.